നമ്മൾ ഡിസൈൻഡ് അല്ല ഫിയർ ഹാൻഡിൽ ചെയ്യാൻ. നമ്മുടെ ബോഡി ഈസ് ഡിസൈൻഡ് അല്ല. ബിക്കോസ് ഫിയർ നമ്മുടെ ഹെൽത്ത് പോലും ബാധിക്കും. റൈറ്റ്? ഇറ്റ് ക്യാൻ അഫക്റ്റ് മൈ ബ്ലഡ് പ്രഷർ, ഇറ്റ് ക്യാൻ അഫക്റ്റ് മൈ സ്ലീപ്പ്, ഇറ്റ് ക്യാൻ അഫക്റ്റ്. എൻ്റെ ഫിയർ ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഇൻ എ ബാഡ് വേ. ഡോക്ടർ പറയുന്നു ക്യാൻസർ ഉണ്ട്, പഞ്ചായത്ത് പറയുന്നു വീട് ജപ്തി എടുക്കും, ഷെയർ ഹോൾഡേഴ്സൊക്കെ ഷെയറുകൾ സെൽ ചെയ്യുന്ന ഫിയറും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മറ്റേ സൈഡിൽ ഗ്രീഡ് കൊണ്ട് അവർ ഷെയർ ബൈ ചെയ്യും. മെഡിക്കേഷൻ ഉണ്ടോ ആക്ച്വലി ഈ ഭയം മാറാൻ? യു ഡോണ്ട് വാണ്ട് ടു ഫേസ് പീപ്പിൾ. അവിടെയൊക്കെ ഫിയർ ഒരു കമ്പോണന്റ് ആയിട്ട് വരുന്നുണ്ട്. ലൈഫ് ഫോക്കസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ഡോക്ടർ ജെയ്സൺ, സിറ്റി MD ഹോസ്പിറ്റൽ, ന്യൂയോർക്ക്, അവിടെ എമർജൻസി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. വെൽക്കം ഡോക്ടർ. നമ്മൾ നേരത്തെ ലോൺലിനെസ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു പ്രത്യേക വിഷയം, ഇന്ന് ആരും അധികം അഡ്രസ് ചെയ്യാത്തൊരു വിഷയമാണ് ഭയം. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലും കാര്യത്തിൽ ഭയമുണ്ട് അല്ലെ? ഫിയർ ഇല്ലാത്ത ആരുമില്ല. പക്ഷെ അത് ആരും എക്സ്പ്രസ് ചെയ്യാറില്ല. ഞാനൊരു ധൈര്യശാലിയാണ്, അല്ലെ എനിക്ക് ആരെയും ഭയമില്ല. ചിലർ പറയാനൊക്കെ എനിക്ക് ദൈവത്തെ പോലും ഭയമില്ല, എനിക്ക് മനുഷ്യരെയും പേടിയില്ല, ദൈവത്തെയും പേടിയില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഉള്ളിൽ ഭയം കാണും. ആരേലും ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റിയല്ല, എന്തിനേലും. പക്ഷെ ഈ ഭയത്തിന്റെ ആംഗിൾ ഒരു ഭയങ്കര ഡിഫറെന്റ്. ചിലർക്ക് ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട്, ചിലർക്ക് മറ്റ് ക്രൗഡിനെ പേടിയായിരിക്കും, ചിലർക്ക് ജോലിക്ക് പോകാൻ പേടി, പഠിക്കാൻ പേടി, പരീക്ഷയ്ക്ക് പേടി, ഫാമിലി ലൈഫിലേക്ക് മാരേജ് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആംഗിളിലായിരിക്കും പേടി. ചിലർക്ക് വരും മൃഗങ്ങളെ കാണുന്നത്, ചിലർക്ക് വലിയ നമ്മൾ ചില കോമഡീസിലൊക്കെ കാണുന്ന വലിയ വലിയ കാര്യങ്ങൾ ഭയങ്കര ധൈര്യത്തോടെ ചെയ്യുന്നവരായിരിക്കും. ചില പാറ്റയെ കാണുമ്പോൾ പേടിക്കുന്നത്, ചെറിയ വീട്ടിൽ ചെറിയ ജീവികളെ കാണാൻ പേടിക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഈ ബൈബിൾ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്ന ഒരു വാക്കാ ഭയപ്പെടേണ്ട. ഈ ബൈബിളിൽ അങ്ങനെ ദൈവം എഴുതി തന്നേക്കുന്നതാണല്ലോ ദൈവത്തിന്റെ വചനം. അങ്ങനെ പറയണമെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദ പ്രോബ്ലംസ് ആയിരിക്കും ഈ ഭയം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. എന്താ ഡോക്ടർ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഫിയർ ഒരു വെരി സ്ട്രോങ് ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മുടെ ലൈഫിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലൈവ് ആയിട്ടിരിക്കുന്നത്. സർവൈവൽ അല്ലെ ഫിയർ എങ്ങനെയെങ്കിലും. സോ യു ആർ ടെല്ലിംഗ് ഗുഡ് ഫിയറും ബാഡ് ഫിയറും ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. നമ്മള് ഇപ്പം ഫോബിയ എന്ന് പറയുന്നത് ഈ ബൈബിളിൽ തന്നെ ഭയപ്പെടേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ഭയപ്പെടണമെന്നും പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി. അപ്പൊ ഒരു ഹെൽത്തി ഫിയർ ഉണ്ട്, ദൈവത്തെ ഭയപ്പെടണം. പിന്നെ ഒരു അൺഹെൽത്തി ഫിയർ ഉണ്ട്. ആ അൺഹെൽത്തി ഫിയറിൽ ഇവൻ മെഡിസിൻ പോലും പറയുന്ന ഫോബിയ, ഒത്തിരി ഫോബിയ ഉണ്ട്. ഫിയർ ഓഫ് ഓപ്പൺ സ്പേസസ് അല്ലേ, അങ്ങനെ. അപ്പം ഫിയർ വരുമ്പോൾ ഞാനിപ്പോഴും പറയും, ഫിയറിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. ഫോൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. നമ്മൾ ഒത്തിരിയൊക്കെ കാട്ടി കൂട്ടും. ലൈക്ക് നമ്മുടെ ഇമാജിനേഷൻസിൽ അയ്യോ ഇത് ഇനി നടക്കാൻ പോവാ, നാളെ ഇനിയും എന്തോ പറ്റും, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അല്ലെ. പിന്നെ പാസ്റ്റും പ്രസന്റും എല്ലാം കൂടെ കൂടി നമ്മളൊരു വലിയ ഇമാജിനേഷൻ ചെയ്യും. പക്ഷെ ആക്ച്വലി പ്രാക്ടിക്കലി അത് നടക്കുമ്പോൾ അതിന്റെ പകുതി പോലും നടന്നിട്ടില്ല. സോ അങ്ങനെ നമ്മൾ ഫിയർഫുൾ ഹ്യൂമൻ ബീങ്സ് ആണ്. ഫിയർ നമ്മുടെ ആണ്. ഇമാജിനറി നമ്മൾ ഒത്തിരി ഒരു ഹെൽത്തി ഫിയർ വേണം, അല്ല പിന്നെ എക്സാംസിന് ആരും പഠിക്കത്തില്ല. ബട്ട് ഫിയർ ഈ ഒരു ഫാക്ടർ ഇപ്പം CNN തന്നെ അവരുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ട്. CNN ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സോ ഒരു ഡയലിൽ ഒരു സൈഡ് മുഴുവനും ഫിയറാ, ദാറ്റ് ഈസ് മേക്കിംഗ് പീപ്പിൾ ടു സെൽ ദ സ്റ്റോക്ക് പ്രൈസസ്. അവരുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഷെയറുകൾ സെൽ ചെയ്യുന്ന ഫിയറും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മറ്റേ സൈഡിൽ ഗ്രീഡ് കൊണ്ട് അവര് ഷെയർ ബൈ ചെയ്യും. അങ്ങനെ എക്സ്ട്രീം ഫിയറും ഗ്രീഡിന്റെ ഇടയ്ക്കാണ് നമ്മുടെ സ്റ്റോക്ക് പ്രൈസസ് എക്കോണമിയിൽ നിന്ന് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ലാസ്റ്റ് സോ ഇൻഫാക്ട് ഇറ്റ് ഈസ് അമേസിംഗ്. CNN വെബ്സൈറ്റിൽ പോയാൽ അവിടെ കാണാൻ പറ്റും ഇന്ന് ഡയൽ എവിടെയാണ് കിടക്കുന്നത്. എക്സ്ട്രീം ഫിയർ പിന്നെ എക്സ്ട്രീം ഗ്രീഡ്. ഇപ്പൊ എക്സ്ട്രീം ഗ്രീഡില ഇന്ന് ലോകം കിടക്കുന്നത്. എല്ലാം ഓക്കെയാ, എവറിത്തിങ് ഇസ് ഫൈൻ, ഇന്ന് ഐ എം ഫൈൻ. പക്ഷേ നാളെ എന്തെങ്കിലും എൻ്റെ ലോകത്തിൽ, എൻ്റെ ഇമാജിനേഷൻസിൽ എന്തെങ്കിലും ക്രാക്ക് വരുമ്പോൾ അന്നറിയാം നമ്മുടെ തനി നിറം, അന്നറിയാം നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്. ആൻഡ് ഫിയർ മേക്സ് എസ് ഡു സോ മെനി തിങ്സ്. ഇപ്പം കോവിഡ് വന്നു, ഐ റിമെമ്പർ അന്ന് മാസ്ക്സ് ഇല്ലായിരുന്നു, ഗൗൺ ഇല്ലായിരുന്നു. എത്ര പേഷ്യൻസ് കോവിഡ് ബാധിച്ച്, അന്ന് കോവിഡ് എന്തോന്ന് പോലും അറിയത്തില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഒരു പേടി വന്നു. ആ സമയത്ത് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാ, വിത്ത് ഫിയർ യു ആർ ഓൺ യുവർ ഓൺ, വിത്ത് ഫെയ്ത്ത് യു ആർ നെവർ അലോൺ.
ഭയം കൊണ്ട് നമ്മൾ തനിച്ചാവും, ബട്ട് വിശ്വാസം കൊണ്ട് നമ്മൾ ഒരിക്കലും തനിച്ചാകത്തില്ല. സോ അത് ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയും, എന്തിനാ പേടിക്കുന്നത്, റൈറ്റ്? ദൈവത്തെ വിശ്വസിക്കുക, റൈറ്റ്? ഗോഡ് ഈസ് ദെയർ വിത്ത് യു. അങ്ങനെ വിശ്വസിക്കുമ്പം ഒരു ഹെൽത്തി ഫിയർ വെച്ച് നമ്മൾ പോകുമ്പോൾ വി ഡോണ്ട് ഹാവ് ടു ബി അഫ്രൈഡ് ഓഫ് ലിറ്റിൽ തിങ്സ്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി പവർഫുൾ ഫോഴ്സ്. ഐ മീൻ എത്ര പേഷ്യൻസ് പറഞ്ഞു താങ്ക് യു അത് പറഞ്ഞുകൊണ്ട്, ബിക്കോസ് അതെനിക്ക് ഒരു ഫ്രീഡം കിട്ടി എൻ്റെ മനസ്സിൽ. എനിക്കത് നേരിടാൻ പറ്റും. ഇപ്പം ആൾക്കാർ പേടിക്കുമായിരുന്നു, അയ്യോ ഞാൻ ഇന്നോ നാളെ ഞാൻ പോവും, കോവിഡ് വരുന്നു, എത്ര പേര് ഞാൻ അറിയുന്നവരിപ്പം മോർച്ചറിയില്ല. ബട്ട് ഗോഡ് ഈസ് സെയിങ് നോ, പേടിക്കണ്ട. ഇപ്പം പറഞ്ഞ പോലെ ഡു നോട്ട് ഫിയർ, ബിക്കോസ് ഫിയർ നമ്മുടെ ഹെൽത്ത് പോലും ബാധിക്കും, റൈറ്റ്? ഇറ്റ് ക്യാൻ അഫക്റ്റ് മൈ ബ്ലഡ് പ്രഷർ, ഇറ്റ് ക്യാൻ അഫക്റ്റ് മൈ സ്ലീപ്പ്, ഇറ്റ് ക്യാൻ അഫക്റ്റ് മീ ടു സച്ച് ആൻ എക്സ്റ്റെൻറ്റ്. നമ്മൾ ഈവൻ നമ്മുടെ ഓൺ വൈഫിനെയും പിള്ളേരെയും നമ്മളത് അഫക്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഫിയർ കൊണ്ട്. സോ ഞാൻ ഇന്ന് എൻ്റെ ഫിയർ ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഇൻ എ ബാഡ് വേ. ഇപ്പം നമുക്കുള്ള ഭയം നല്ലതാണോ, ഹെൽത്തി ഭയമാണോ അല്ലാത്ത ഭയമാണോ എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റും? സോ വി ക്യാൻ സീ, ഇപ്പം ഒരു എനി ട്രീ അതിൻ്റെ ഫ്രൂട്ട് വരുമ്പോഴല്ലേ ട്രീ നമ്മൾ നല്ല ഭയമാണോ നോക്കിയല്ലോ ഭയം വരുന്നത്, അല്ല, ഭയം ഓട്ടോമാറ്റിക്കലി വരും. റൈറ്റ്. അതിനെ എന്റർടൈൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. കറക്റ്റ്. ഐ ബിലീവ് പേഴ്സണലി ഫിയറിൻ്റെ ഉറവിടം, അതിൻ്റെ സോഴ്സ് ഒരു ലൈ. ഒരു കള്ളം നമ്മൾ കേൾക്കുമ്പോൾ അവിടെ നമ്മൾ അത് പറയുന്നു ദാറ്റ് നാളെ ഇനി എക്സാമിന് നീ തോക്കും, ഈ കുഞ്ഞ് വരാൻ പോവാ പക്ഷെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, അല്ലെ ഞാൻ ഈ ജോലിയുടെ ഇന്റർവ്യൂവിന് പോവാ പക്ഷെ നിനക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ കുറെ ലൈസ് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ, ലൈസിൻ്റെ മേളിൽ നമ്മൾ നമ്മുടെ ഒരു കൊട്ടാരം പണിയും. ആ ഭയത്തിൻ്റെ കൊട്ടാരം അങ്ങ് പണിഞ്ഞ് ഓരോ ലെവൽ വരെ അങ്ങ് പോകും. പക്ഷേ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ലൈ എന്തുവാ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, ഓക്കെ ഇത് ശരിയല്ല, ദിസ് ഇസ് നോട്ട് ട്രൂ, ഇത് ഫാക്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ ഫാക്റ്റ് എന്തുവാന്ന് അറിഞ്ഞിട്ട് ഐ വിൽ ട്രൈ ടു ഡിസ്റ്റിങ്വിഷ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫാക്റ്റ് ഇപ്പം നമുക്കറിയാം, ഡോക്ടർ പറയുന്നു ക്യാൻസർ ഉണ്ട്, അത് ഫാക്റ്റാണ്, റൈറ്റ്? അല്ലെ പിന്നെ അഡ്വക്കേറ്റ്, അല്ലെ പിന്നെ പഞ്ചായത്ത് പറയുന്നു നിങ്ങളുടെ വീടിന് പ്രശ്നമുണ്ട്, യു ഹാവ് ടു, നിങ്ങൾക്ക് വീട് ജപ്തി എടുക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം. സോ അത് ഫാക്റ്റാണ്. പക്ഷെ അവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഫിയർ ഉണ്ട്, പിന്നെ ഫാക്റ്റ് ഉണ്ട്. ഫാക്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് പേടി വരാം, റൈറ്റ്? അയ്യോ എൻ്റെ വീട് പോകുന്നു, അയ്യോ എനിക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പം സത്യം, വാട്ട് ഈസ് ട്രൂത്ത്? ഇപ്പം ഒരേ ഒരാൾ, ഇപ്പം എല്ലാ ഗുരുക്കൾ പറഞ്ഞു ഈ ഒരു വഴി കൂടെ പോകണം, ഇത് സത്യവഴി. പക്ഷെ യേശുക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിൽ പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു. ദാറ്റ് മീൻസ് സത്യം, ഫാക്റ്റ് ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, മറ്റേ പിള്ളേരുടെ ഇഷ്യൂ ഉണ്ട്, വാട്ട് എവർ ബി ദി ഇഷ്യൂ, കർത്താവ് പറയുന്നു ഞാൻ സത്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ, പെർഫെക്റ്റ് ലവ് വിൽ കാസ്റ്റ് അവേ ഓൾ ഫിയർ. ഞാൻ തരുന്ന സ്നേഹം, ബിക്കോസ് ഫിയറിന്റെ ഓൺലി ആന്റിഡോട്ട് എന്തുവാ? ലവ്. ആ ലവ് വരുമ്പോഴല്ലേ നമുക്കൊരു ട്രസ്റ്റ് വരുമ്പോഴല്ലേ നമ്മുടെ എൻ്റെ ഭയത്തിൽ, ഇപ്പം എനിക്കൊരു ഫ്രണ്ട് വേണം, ഞാൻ ഒത്തിരി പേടിക്കുന്നു, അപ്പം എൻ്റെ ഫ്രണ്ട് പറയുന്നു മോനെ ഒരു ഡോണ്ട് വറി, ഞാൻ കൂടെയുണ്ട്, ഐ എം വിത്ത് യു. അങ്ങനെ വരുമ്പം എന്തൊരു എൻകറേജ്മെന്റ് ആണ്. നമ്മുടെ ബൈബിളിൽ അതുകൊണ്ടായിരിക്കും ഒരുപാട് തവണ ഭയപ്പെടേണ്ട, 365 തവണ 365. അപ്പം സാറിന് പ്രസംഗിക്കുന്നവരൊക്കെ പറയാറുണ്ട് ഓരോ ദിവസവും ദൈവം പറയുക ഭയപ്പെടേണ്ട. സോ ബൈബിളിന് പുറത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഈ മെഡിക്കേഷൻ ഉണ്ടോ ആക്ച്വലി ഈ ഭയം മാറാൻ? ഞാൻ സാറിന് ഈ ഹോമിയോയിലൊക്കെ എങ്ങനെ ഒരു മരുന്ന് കൊടുക്കാറുണ്ട്? യെസ്, ആക്ച്വലി ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഒരു കമ്പോണൻ്റാ ഡിപ്രഷനിൽ, കമ്പോണൻ്റാ ക്രോണിക് ലോൺലിനെസ്സിൽ. അങ്ങനെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാനുവൽ DSM-5 ഇപ്പം സൈക്കോളജിക്കലി നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ ടൈപ്പ് സി ക്ലസ്റ്റർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് സി. അതിൽ ഇങ്ങനത്തെ കുറേ ആങ്സൈറ്റി വരുന്ന ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, നമ്മൾ അവോയ്ഡൻറ്റ്, നമ്മളിപ്പോൾ ആൾക്കാരെ നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു ഫേസ് പീപ്പിൾ, അവിടെയൊക്കെ ഫിയർ ഒരു കമ്പോണൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റീസ്, ഇങ്ങനെ എല്ലാം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. കൗൺസിലിംഗ് ആംഗിളിലായിക്കൊരു സൈക്കോളജിക്കൽ ആംഗിളിലായിരിക്കും ഉണ്ട്. അവർ ഇൻഫാക്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ഫിയർ ഈസ് സംതിങ് റിയൽ.
ആൻഡ് ആ ഫിയറിന് നേരിടാൻ ഒരു ടൂൾ നമുക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ, നമുക്ക് അവൈലബിൾ ആണെങ്കിൽ, നമ്മൾ അതിനെ പേടിക്കത്തില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഒരു സ്മോൾ എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ നിന്ന്, എനിക്ക് സ്പൈഡേഴ്സിനെ പേടിയാണ്. റൈറ്റ്. ആൻഡ് സ്പൈഡർ ഞാൻ കണ്ടപ്പം അത് അവിടെ ഉണ്ട്. ആൻഡ് സ്പൈഡർ ഒന്നും ചെയ്തില്ല, പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമാജിനേഷനാണ്. ആൻഡ് പക്ഷെ അവിടെ ഒരു ചൂലിരിപ്പുണ്ട്. റൈറ്റ്. ആ ടൂൾ അവൈലബിൾ ആണെന്ന് കാണുമ്പം നമ്മൾ ആ ചൂലെടുത്തിട്ട് അടിക്കും. അപ്പം ദ ടൂൾ ഉണ്ടെങ്കിൽ ആ അടിച്ചു കഴിഞ്ഞിട്ട്, അടിച്ചില്ലെങ്കിൽ ദിസ് ഫിയർ ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് ഇറങ്ങിക്കൊണ്ട്. എക്സാക്ട്. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മേളിൽ ആരൊക്കെ വിശ്വസിക്കുന്നു ഞാൻ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം കൊടുക്കും. സോ നമ്മുടെ ലൈഫിൽ നേരിടാൻ, എനി ഫിയർ നേരിടാൻ പരിശുദ്ധാത്മാവ് ഇസ് ഇനഫ്. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഹോളി സ്പിരിറ്റ് ഈസ് വെരി സ്ട്രോങ്. ആൻഡ് യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എനി ഫിയർ നേരിടാൻ. ആൻഡ് ബൈബിൾ ആണെങ്കിലും ഇപ്പം any Christian or non-Christian, when we face fear, ഭയം വരുമ്പോൾ, ഇപ്പം എന്താ ഒരു പ്ലെയിനിൽ എത്ര അഗ്നോസ്റ്റിക് അല്ലെ എയ്ത്തിസ്റ്റിക് ആളാണെങ്കിലും പ്ലെയിൻ ഇങ്ങനെ ഒന്ന് കുലുങ്ങുമ്പോൾ അവരെന്താ പറയുന്നത്, മൈ ഗോഡ് എൻ്റെ ദൈവമേ. അപ്പം എല്ലാവർക്കും ഒരു ലെവൽ ഓഫ് ഫിയർ ഉണ്ട്. പക്ഷെ നമ്മൾ റിയലി ഫിയർ ചെയ്യേണ്ടത് ഒരേ ഒരു സ്ഥലമാണ്, നരകം. ഹെൽ ഇസ് എ റിയൽ പ്ലേസ്. അതിനെ ആരും ഭയക്കുന്നില്ല, ഭയക്കേണ്ടതിനെ ഭയക്കുന്നില്ല. ഇല്ല, എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്നുണ്ട്. ഇറ്റ്സ് എ ഹാപ്പി പ്ലേസ്, വീഗാലാൻഡ് പോലെ ആയിരിക്കും എന്ന് ഓർക്കും. പക്ഷെ അവിടെ അഡ്മിഷൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി 100% ഹോളി ആയിരിക്കണം. 100%. അപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ 10 കൽപ്പനകളെല്ലാം വെച്ചിട്ടുണ്ട്. റിയലി വെച്ചിട്ടുണ്ടോ? ഞാനിന്ന് പരിശോധിക്കുമ്പോൾ, ഒരു ഡോക്ടർ പരിശോധിക്കുമ്പോൾ അപ്പം മനസ്സിലാവും എവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന്. അന്ന് വരെ എനിക്ക് ന്യൂമോണിയ ഇല്ലെന്ന് പറയാം, എക്സ്റേ എടുക്കുമ്പോഴല്ലേ കാണുന്നത്. റൈറ്റ്. അങ്ങനെ ദൈവം നോക്കുമ്പോൾ 10 കൽപ്പനകൾ വെച്ചിട്ടില്ല, കള്ളം പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയുമ്പം എങ്ങനെ അഡ്മിഷൻ കിട്ടും സ്വർഗത്തിലോട്ട്? സോ ദെൻ ദ ഓൺലി അതർ വേ ഈസ് നരകം, ഹെൽ. അപ്പം ഹെല്ലിലോട്ട് പോകാതിരിക്കാനാണ് കർത്താവ് വന്നത്. ആൻഡ് സെഡ് ഐ വിൽ. ഇപ്പം ഏറ്റവും വലിയ ഫിയർ ആണ് ഫിയർ ഓഫ് ഡെത്ത്. ഇന്ന് മരിച്ചാൽ എങ്ങോട്ട് പോകും? അപ്പം ആ ഒരു ഫിയർ, ഈ ഭൂമിയിൽ ഒട്ടും പേടിയില്ലെന്ന് പറയുന്നവർക്ക് ഈ മരണത്തെ പേടിയല്ലേ? മരണത്തെ പേടിയാണ്. എക്സാക്ട്ലി. അതൊരു ഓട്ടോമാറ്റിക് സെറ്റിംഗ് പോലെ തോന്നുന്നല്ലേ? ആണ്. അത് ശരിക്കും മരണത്തെ ഭയക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നുള്ള ഒരു റിയലൈസേഷൻ ഇല്ലാതെ വരുമ്പോഴാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാതെ തന്നെ മരിക്കാൻ പേടിയല്ലോ. റൈറ്റ്. ഇൻഫാക്ട് ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഈ സ്റ്റിൽ ദേർ. പുള്ളി കംപ്ലീറ്റ് ആഗ്നോസ്റ്റിക്ക, എത്തിസ്റ്റിക്ക. പുള്ളിയുടെ പേഷ്യൻസ് മരിച്ചു കഴിഞ്ഞ് റിസസിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് 50% ഓഫ് ദ പേഷ്യൻസ്, റിസസിറ്റേഷൻ പേഷ്യൻസിൽ ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് അവർ പറഞ്ഞു, നരകം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണ്ട. അവരങ്ങ് കംപ്ലീറ്റ് ടെറിഫൈഡ് ആയിരുന്നു, അവരുടെ ഫേസ് റിസസിറ്റ് ചെയ്തവർ. മറ്റേ 50% പറഞ്ഞു, എനിക്ക് പോകണം, സ്വർഗത്തിൽ പോകണം, അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു, ഞാൻ എന്തിനാ തിരിച്ചു വന്നു. അങ്ങനെ ഈ ഒരു എയ്ത്തിസ്റ്റിക് ഡോക്ടർ ഇത് കണ്ട് പുള്ളി സേവ്ഡായി, ബോൺ അഗെയിനായി. യേശു ക്രിസ്തു ഹിസ് ലൈഫ് ഹി ഗേവ് ഇറ്റ് ടു ജീസസ്. ബിക്കോസ് പുള്ളി പറഞ്ഞു, ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്കിത്, ഇപ്പം ഞാനൊരു ടാക്സി പിടിച്ചാൽ എവിടെ പോകണമെന്ന് എനിക്കറിയാമല്ലോ. അറിയാതെ ഞാൻ ടാക്സി പിടിക്കത്തില്ല, ട്രെയിൻ പിടിക്കത്തില്ല, എൻ്റെ ഹോൾ ഡേ പ്ലാൻ ചെയ്തിട്ടില്ല പോകുന്നത്. അപ്പം ഇന്ന് മരിച്ചാൽ ഞാൻ ഹെവനിലാണോ ഹെല്ലിലാണോ? അതിൻ്റെ ആൻസർ ഇസ് ജീസസ്. കർത്താവാണ് മിഡിൽ നിൽക്കുന്നത്. അപ്പം എൻ്റെ സ്ട്രെങ്തോ എൻ്റെ പ്രവർത്തികൾ കൊണ്ട് മാത്രം, എൻ്റെ മതമൊന്നും അല്ല എന്നെ സേവ് ചെയ്യാൻ പോകുന്നത്. കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടി എടുത്തുകൊണ്ട് ഹീസ് ഏബിൾ ടു, ഹീ ഫേസ്ഡ് ഡെത്ത്, ഹി ഓവർകെയിം ഡെത്ത്. അതുകൊണ്ട് 3-ാം നാൾ ഉയർത്തെണീച്ചപ്പോൾ ഹീസ് ടെല്ലിങ് മീ, ഞാൻ ഇവൻ ഡെത്ത് പോലെ ഞാൻ ഓവർകം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്റെ ലൈഫിൽ ഐ ക്യാൻ ഓവർകം എനിത്തിങ്. നീ എനിക്കൊരു ചാൻസ് ഇതാ, ജസ്റ്റ് ഗിവ് മീ എ ചാൻസ്. ഞാൻ നിന്റെ ഫാമിലി ലൈഫ് ആണെങ്കിലും ഏത് ഗോളത്തിലാണെങ്കിലും ഐ വിൽ കം ആൻഡ് ഹെൽപ്പ് യു, ഐ വിൽ ഓവർകം യുവർ ഫിയർ. വേറെ ഒരു മാർഗവും ഞാൻ കണ്ടിട്ടില്ല. യേശുക്രിസ്തു ജനിച്ചപ്പോൾ മാലാഖമാർ വന്ന് ദൂത് അറിയിക്കുന്നത് തന്നെ ഭയപ്പെടേണ്ട, സർവ്വ ജനത്തിനും വരുവാനിരിക്കുന്ന രക്ഷ എന്ന സന്തോഷം, മഹാസന്തോഷം. എക്സാക്ട്ലി. അപ്പം ആ ഭയത്തെ മാറ്റുവാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മരണഭയത്തെ നീക്കി, അല്ലേ? എബ്രായ ലേഖനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്, മരണത്തിന്റെ അടിമകളായിരുന്ന മനുഷ്യരെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ നിന്ന് അടിമകളായിരുന്നവരെ അല്ലെ അതിൽ നിന്ന് വിടുവിച്ചു എന്നാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഭയത്തിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഹീസ് ദി ഓൺലി വൺ. ഇപ്പം പറഞ്ഞ പോലെ
ഫിയർ നമ്മളെല്ലാവരെയും ബാധിക്കും. അത് നമ്മളെ സ്ലേവ് ആക്കും, അടിമയാക്കും, റൈറ്റ്? ആൻഡ് കർത്താവ് വേണ്ടിയത് ഐ ഹാവ് കം ടു സെറ്റ് യു ഫ്രീ, നമ്മളെ സ്വതന്ത്രരാക്കാൻ. ആൻഡ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, ഇപ്പം വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പിന്നെ ക്രിസ്ത്യൻസ് പേടിക്കത്തില്ലേ? ക്രിസ്ത്യൻസ് പേടിക്കും, പക്ഷെ നമ്മൾ ചൂസ് ചെയ്യും. നമ്മുടെ ചോയ്സാണ്, ഇന്ന് ഞാൻ പേടിച്ച് നടക്കണോ, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ വിശ്വസിച്ച് എൻ്റെ ഫുൾ ട്രസ്റ്റ്, ഒരു റിലയൻസ്. നമ്മളിപ്പം എവിടെ പോയാലും നമ്മൾ ട്രസ്റ്റ് ചെയ്യും. ഇപ്പം റെസ്റ്റോറൻറ്റിൽ പോയാലും നമ്മളവിടെ എത്ര ഫെയ്ത്ത് വെക്കുന്നു. അവരുണ്ടാക്കുന്ന ഫുഡെല്ലാം പെർഫെക്റ്റ് ആണ്, നമുക്കറിയാം, നമ്മൾ കിച്ചൺ കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ വിശ്വാസത്തോടെ പോകുന്നു. അങ്ങനെ വിശ്വാസത്തോട് കർത്താവിൻ്റെ മേൽ നമ്മൾ വിശ്വാസം വെക്കുമ്പോൾ ആ ഫിയറിന് വരാനൊരു ഡോർ നമ്മൾ കൊടുക്കുന്നില്ല. എല്ലാ വിൻഡോ നമ്മൾ ഷട്ട് ചെയ്യും. യെസ്, that is a power of faith and the power of the Lord Jesus. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ പിടിച്ചു നടക്കുന്നുണ്ട് അല്ലേ? പക്ഷേ കർത്താവിന് വേണ്ടി നമ്മളൊരു മൊബൈൽ മന്ദിരമാണ്, ഒരു ആലയം, കർത്താവ് വസിക്കാൻ. അത് വസിക്കണമെങ്കിൽ ആദ്യം പാപത്തിൻ്റെ പ്രോബ്ലം എടുത്തു കളയണം. ദെൻ ഹി വിൽ കം ആൻഡ് നമ്മുടെ ഫിയർ ഓവർകം ചെയ്യാൻ കർത്താവിന് പറ്റും. നമ്മളെ കേൾക്കുന്ന ഓഡിയൻസിനും ആ നിലയിൽ ജീവിതത്തിൽ മുന്നോട്ട് എന്താകും, അല്ലെ മരണശേഷം എന്താവും, അങ്ങനെയുള്ള ഭയത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ കേൾക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ളത്, യേശുക്രിസ്തുവാണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫോർ എവറി പ്രോബ്ലം, അല്ലേ? അത് ഭയമായിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ലോൺലിനെസ് ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ എന്ത് ബേർഡൻ ആണെങ്കിലും അത് മുഴുവൻ ഏറ്റെടുക്കുവാൻ യേശുക്രിസ്തു. ഞാൻ എൻ്റെ ലൈഫ് ഈ വർഷം എസ്പെഷ്യലി ഒരു വേർഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ലീവ് ഇറ്റ്, സമർപ്പണം, സറണ്ടർ. ഏത് തോട്ട് വന്നാലും, ഭയത്തിൻ്റെ ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും ലോൺലിനെസ് ആണെങ്കിലും, ആ തോട്ട് ഇമ്മീഡിയറ്റ്ലി ദൈവത്തോട് അങ്ങ് കൊടുക്കണം. എക്സാക്ട്ലി, കാസ്റ്റ് യുവർ ബർഡൻസ്. കർത്താവിന് അങ്ങ് ഇട്ട് കൊടുക്കണം. ബിക്കോസ് നമ്മൾ ഡിസൈൻഡ് അല്ല ഫിയർ ഹാൻഡിൽ ചെയ്യാൻ, നമ്മുടെ ബോഡി ഈസ് ഡിസൈൻഡ് അല്ല. ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിക്കേഷൻസ് ഒന്നും എടുക്കാനൊന്നും നമ്മുടെ ബോഡി ഡിസൈൻ അല്ല. അത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് വേണ്ടി നല്ലതാണ്. പക്ഷേ നമുക്ക് വിലയുണ്ട്. ആൻഡ് ഇന്ന് അൺഫോർച്യുനേറ്റ്ലി അത് നമ്മൾ കാണുന്നില്ല. ബട്ട് ഗോഡ് ഹാസ് പുട്ട് എ പ്രൈസ് ഓൺ മീ. ആ പ്രൈസ്, ആ വില ഇത്രയും ഹൈ ആയതുകൊണ്ടായിരുന്നു ഗോഡിൻ്റെ ഓൺ സണ്ണിനെ അയച്ചത് ഈ ലോകത്തിന് വേണ്ടി. ആൻഡ് സോ സറണ്ടർ. എല്ലാ മോർണിംഗിൽ ആ ഒരു തോട്ട് ഹിറ്റ് ചെയ്യുമ്പം ഇമ്മീഡിയറ്റ്ലി കർത്താവിനെ കൊടുക്കണം. കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ ദെൻ യു ആർ ഫേസിങ് ഇറ്റ് ഓൾ അലോൺ. പക്ഷേ അറിയുവാണെങ്കിൽ പിള്ളേരുടെ അവരുടെ ബേർഡൻസ്, വൈഫിൻ്റെ സ്ട്രെസ്, സ്പൗസിൻ്റെ സ്ട്രെസ് എല്ലാം നമുക്ക് കർത്താവിന് കൊടുക്കാം. ആൻഡ് ഹീസ് ഏബിൾ ടു ക്യാരി അസ്. അതാ കർത്താവിൻ വേറെ ദൈവങ്ങളുമായിട്ടുള്ള ഡിഫറൻസ് അതാണ്. യേശുക്രിസ്തു ജീവിക്കുന്നു and he is ready to walk with us. and ഒരു ദിവസം യേശുക്രിസ്തു മടങ്ങി വരുന്നു. ഞാൻ കേൾക്കുന്ന പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവുമായി നല്ലൊരു ബന്ധം, വ്യക്തിബന്ധം, ജീവനുള്ള ദൈവമായിട്ട്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യവർഗത്തിൻ്റെ ഭാരം, പാപം, ശാപം എല്ലാം നീക്കിയ നല്ലവനായൊരു കർത്താവുണ്ട്. ആ കർത്താവിൽ വിശ്വസിക്കുവാൻ, അവൻ്റെ മേൽ നിങ്ങളുടെ ഭാരങ്ങൾ ഇടുവാൻ, അങ്ങനെ ഈ ഭൂമിയിലെ ജീവിതം വളരെ സന്തോഷകരമാക്കുവാൻ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇടയാകട്ടെ. പ്രത്യേകം നന്ദി ഡോക്ടർ. താങ്ക് യു.